is making duplicate copy of the icon. ഒരു ഐക്കണിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമുക്ക് എങ്ങനെ മേക്ക് ചെയ്യാം? പെർഫോം ദ ഫോളോയിങ് സ്റ്റെപ്സ് ടു മേക്ക് എ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഓഫ് ഡെസ്ക്ടോപ്പ് ഐക്കൺ. Press Ctrl key, drag the icon with the Ctrl key pressed, drop the icon at some other location, release the Ctrl key. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം കൺട്രോൾ കീ പ്രസ് ചെയ്യുക, ദെൻ എന്ത് ചെയ്യുക? കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഐക്കണെ ഡ്രാഗ് ചെയ്യുക. ദെൻ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈഡ് ആയിട്ടുള്ള ലൊക്കേഷനിൽ കൊണ്ട് എന്ത് ചെയ്യുക? അതിനെ ഡ്രോപ്പ് ചെയ്യുക. ദെൻ ഫോർത്ത് സ്റ്റെപ്പ്, റിലീസ് ദ കൺട്രോൾ കീ റിലീസ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? എടുക്കാനായിട്ട് സാധിക്കും. Then arranging the desktop icons. Desktop icons നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? Perform the following steps to arrange the icons on the desktop in a systematic way. നമുക്ക് ഡെസ്ക്ടോപ്പിൽ ഐക്കൺസ് എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് വേയിൽ അറേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, റൈറ്റ് ക്ലിക്ക് ദ മൗസ് ഓൺ ബ്ലാങ്ക് സ്പേസ് ഓഫ് ദ ഡെസ്ക്ടോപ്പ്. ഡെസ്ക്ടോപ്പിലെ ബ്ലാങ്ക് സ്പേസിൽ എന്ത് ചെയ്യുക? നമ്മുടെ മൗസ് കൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. When you do so, a pop-up menu as shown in the figure will appear on the monitor screen. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മോണിറ്റർ സ്ക്രീനിൽ ഇതാ ഇങ്ങനെ ഒരു പോപ്പപ്പ് മെനു എന്ത് ചെയ്യും? അപ്പിയർ ആയിട്ട് കാണും. ദെൻ സെലക്ട് ദ അറേഞ്ച് ഐക്കൺസ് ബൈ ഓപ്ഷൻ ഫ്രം ദ മെനു. ആ കൊടുത്തിരിക്കുന്ന മെനുവിൽ എന്താണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ള അറേഞ്ച് ഐക്കൺസ് ബൈ എന്ന് പറയുന്ന ഓപ്ഷൻ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. വെൻ യു ഡു സോ എ സബ് മെനു വിൽ അപ്പിയർ ഓൺ ദ മോണിറ്റർ സ്ക്രീൻ. അപ്പോൾ നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യും? വേറൊരു സബ് മെനു എന്ത് ചെയ്യും? മോണിറ്റർ സ്ക്രീനിൽ അപ്പിയർ ആയി കാണും. ദെൻ നൗ ക്ലിക്ക് ദ മൗസ് ഓൺ എനി ഓഫ് ദ ഡിസൈഡ് ഓപ്ഷൻ ലൈക്ക് നെയിം, സൈസ്, ടൈപ്പ് എക്സെട്ര പ്രസൻറ്റ് ഇൻ ദി സബ് മെനു. അപ്പോൾ ഈ സബ് മെനുവിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതാണ്? ഇപ്പോൾ നെയിമിൻ്റെ ബേസിസിലാണ്. അപ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ എന്ത് ചെയ്യും? നമുക്ക് ഡെസ്ക്ടോപ്പ് ഐക്കൺസ് അറേഞ്ച് ചെയ്ത് കാണും. അതിൻ്റെ സൈസിൻ്റെ ഇതിലാണെങ്കിൽ നമുക്ക് സൈസിൽ അറേഞ്ച് ചെയ്യും, ടൈപ്പ് ആണെങ്കിൽ അത് ടൈപ്പിൽ അറേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്ത് കൊടുക്കുക. വെൻ യു ഡു സോ ഓൾ ദ ഡെസ്ക്ടോപ്പ് ഐക്കൺസ് വിൽ ഗെറ്റ് റീഅറേഞ്ച്ഡ് അക്കോർഡിംഗ്ലി. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് ഡെസ്ക്ടോപ്പ് ഐക്കൺസ് എന്ത് ചെയ്യും? അറേഞ്ച് ചെയ്ത് കാണിക്കും. ദെൻ renaming the icon. Performing the following steps to change the name of an icon. ഒരു ഐക്കണിൻ്റെ നെയിം നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ചേഞ്ച് ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. റൈറ്റ് ക്ലിക്ക് ദ മൗസ് ഓൺ ദ ഐക്കൺ ഹൂസ് നെയിം ഈസ് ടു ബി ചേഞ്ച്ഡ്. നമുക്ക് ഏത് ഐക്കണിൻ്റെ നെയിമാണ് ചേഞ്ച് ചെയ്യേണ്ടത് അതിന് എന്ത് ചെയ്യുക? റൈറ്റ് ക്ലിക്ക് ചെയ്യുക. വെൻ യു ഡു സോ എ പോപ്പ് മെനു ആസ് ഷോൺ ഇൻ ദ ഫിഗർ വിൽ അപ്പിയർ ഓൺ ദ മോണിറ്റർ സ്ക്രീൻ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഒരു പോപ്പപ്പ് മെനു എന്ത് ചെയ്യും? നമ്മുടെ മോണിറ്റർ സ്ക്രീനിൽ അപ്പിയർ ആയിട്ട് കാണിക്കും. നൗ ക്ലിക്ക് ദ മൗസ് ഓൺ റീനെയിം ഓപ്ഷൻ. അതിനകത്ത് റീനെയിം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ എന്ത് ചെയ്യുക? മൗസ് ക്ലിക്ക് ചെയ്യുക. ദെൻ ടൈപ്പ് ദ ന്യൂ നെയിം ഓഫ് ദ ഐക്കൺ ആൻഡ് പ്രസ് എൻ്റർ കീ. എന്നിട്ട് എന്ത് ചെയ്യുക? നമുക്ക് പുതിയ നെയിം, ഏത് പേരാണോ നിങ്ങളുടെ പേരാണെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റെന്തെങ്കിലും നെയിം ആണെങ്കിൽ അത് കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുക? എൻ്റർ കീ പ്രസ് ചെയ്യുക. ദെൻ ഡിലീറ്റിംഗ് ദ ഐക്കൺ ഫ്രം ഡെസ്ക്ടോപ്പിൽ നിന്ന് നമുക്കൊരു ഐക്കണ് ഡിലീറ്റ് ചെയ്യണം. അതെന്ത് ചെയ്യുക? ഫസ്റ്റ് സ്റ്റെപ്പ്, റൈറ്റ് ക്ലിക്ക് ദ മൗസ് ഓൺ ദ ഐക്കൺ വിച്ച് ഈസ് ടു ബി ഡിലീറ്റഡ് ഫ്രം ദ ഡെസ്ക്ടോപ്പ്. നമുക്ക് ഡെസ്ക്ടോപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്യേണ്ട ഐക്കൺ എന്ത് ചെയ്യുക? റൈറ്റ് ക്ലിക്ക് ചെയ്യുക. വെൻ യു ഡു സോ എ പോപ്പപ്പ് മെനു വിൽ അപ്പിയർ ഓൺ ദ സ്ക്രീൻ. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ ഒരു പോപ്പപ്പ് മെനു എന്ത് ചെയ്യും? മോണിറ്റർ സ്ക്രീനിൽ അപ്പിയർ ആയിട്ട് വരും. നൗ ക്ലിക്ക് ദ മൗസ് ഓൺ ഡിലീറ്റ് ഓപ്ഷൻ പ്രസൻറ്റ് ഇൻ ദ മെനു. എന്നിട്ട് എന്ത് ചെയ്യുക? ആ മെനുവിൽ കാണിച്ചിരിക്കുന്ന ഡിലീറ്റ് ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. വെൻ യു ഡു സോ ആൻ അലേർട്ട് ബോക്സ് ആസ് ഷോൺ ബിലോ ഇൻ ദ ഫിഗർ വിൽ അപ്പിയർ ഓൺ ദ മോണിറ്റർ സ്ക്രീൻ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു അലേർട്ട് ബോക്സ് നമ്മുടെ മോണിറ്റർ സ്ക്രീനിൽ കാണും. അതിൽ നമ്മൾ എന്ത് ചെയ്യുക? ക്ലിക്ക് ദ മൗസ് ഓൺ യെസ് ബട്ടൺ. അതിൽ നമ്മൾ യെസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? വെൻ യു ഡു സോ ദ ഐക്കൺ വിൽ ഗെറ്റ് ഡിലീറ്റഡ് ഫ്രം ദ ഡെസ്ക്ടോപ്പ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഐക്കൺ ഡെസ്ക്ടോപ്പിൽ നിന്നും ഡിലീറ്റായി പോകും. ആൻഡ് ലാസ്റ്റ്, എക്സിക്യൂട്ടിങ് ആൻ ഐക്കൺ. എങ്ങനെ നമുക്കൊരു ഐക്കണിൽ എക്സിക്യൂട്ട് അതായത് ഓപ്പൺ ചെയ്തെടുക്കാം? ഡബിൾ ക്ലിക്ക് ദ മൗസ് ഓൺ ദ ഐക്കൺ ദാറ്റ് ഈസ് ടു ബി എക്സിക്യൂട്ടഡ്. നമുക്കത് ഐക്കൺ ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിന് എന്ത് ചെയ്താൽ മതി? ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്കതിനെ എക്സിക്യൂട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, മൈ കമ്പ്യൂട്ടർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാം ഓഫ് വിൻഡോസിലൊരു ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാമാണ് ഇത് മൈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഐക്കൺ റിമെയിൻ പ്രസൻറ്റ് ഓൺ ദ ഡെസ്ക്ടോപ്പ്. അതിൻ്റെ ഐക്കൺസ് എപ്പോഴും തന്നെ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ പ്രസൻ്റ് ആയിരിക്കും. വെൻ യു ഡബിൾ ക്ലിക്ക് ദ മൗസ്
on my computer icon, then my computer program will execute. അപ്പോൾ നമ്മൾ ഈ മൗസ് എന്ത് ചെയ്യുക, മൈ കമ്പ്യൂട്ടർ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ത് ചെയ്യും, ഓപ്പൺ എക്സിക്യൂട്ടായിട്ട് നമുക്ക് കിട്ടും. Then when my computer program executes, object icons enclosed within a rectangular frame will appear on the monitor screen. This frame is called a window. നമ്മൾ മൈ കമ്പ്യൂട്ടർ പ്രോഗ്രാം എക്സിക്യൂട്ട് അതായത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റ് ഐക്കൺസ് ഒരു റെക്റ്റാങ്കുലർ ഫ്രെയിമിൽ എന്താണ് എൻക്ലോസ് ചെയ്ത് നമുക്ക് മോണിറ്റർ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, വിൻഡോസ്. ഈ ഫ്രെയിമിനെയാണ് വിൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വിൻഡോസിന് എന്തൊക്കെയാണ്, വിൻഡോയിൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.